ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് ടേസ്റ്റ് ബഡ്സ്. കുറേ നാളായി ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ട്. ഇങ്ങനെ കറങ്ങാൻ പോയതിൻ്റെ വീഡിയോ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. വലിയൊരു പച്ചമാങ്ങ തന്നെയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇതിനെ കുറച്ച് ഉപ്പും മുളകും കൂടിയിട്ട് വേവിച്ചെടുക്കാൻ പോകണം. വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ മാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് മാങ്ങയൊക്കെ ഇങ്ങനെ ലെങ്ത്തിൽ കട്ട് ചെയ്ത്, പിന്നെ ഇതൊരു പച്ചമുളകുണ്ട്, പിന്നെ ഒരു കാന്താരി ഉണ്ട്. കാന്താരി ഇട്ടെന്ന് വെച്ചാൽ ഇത് എരിവില്ലാത്ത മുളകാണ്. ഇനി ഇതിനെ നമ്മൾ വേവിച്ചിട്ട് ഇതിനെയും കൂടെ അരയ്ക്കണം. പിന്നെ ബാക്കി തേങ്ങയൊക്കെ അരയ്ക്കാനുണ്ട്. അതിൻ്റെയും കൂടെ കൂട്ടി ഞാൻ എടുത്തുകൊണ്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നന്നായിട്ട് വെന്തുടരണം ഇത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു അരമുറി തേങ്ങ, 2 വെളുത്തുള്ളി, പിന്നെ ചുമന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. ഇതിനേക്ക് ഇനി നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരണം. ഇതിനെ അരച്ചിട്ട് വന്നിട്ട് ബാക്കി കാണിക്കാമേ. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ എന്തായെന്നൊന്ന് നോക്കാം നമുക്ക്. എന്ത് വരുന്നതേ ഉള്ളൂ. നമ്മളുടെ മാങ്ങ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിനകത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഈ പാത്രത്തിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ആ മാങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരപ്പ് ഫുള്ളായിട്ട് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറിയതാണ്. പച്ചടി സാധാരണ കുറിയ തന്നെയല്ലേ ഇരിക്കുന്നത്, അപ്പം കുറിയിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ മാങ്ങയും കൂടെ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കൂടെ ഒന്ന് നോക്കാം. എന്താ മാങ്ങയും കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ മാങ്ങ അരച്ചതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കി നോക്കാം. ഇളക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനത് ഇളക്കിയല്ല ഇതിനകത്ത് ഇട്ടിട്ട് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി ഉപ്പും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ഇതാ മാങ്ങ ഫുള്ളായിട്ട് ഇതിനകത്തിട്ട് ഇനി ഇതിനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പം കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെയാണ്. നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ അരച്ച് വെക്കുമ്പോൾ എങ്ങനെ വീഴുന്നത് അതുപോലത്തെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ പച്ചടിയുടെ കറക്റ്റായിട്ട് കൂട്ടായിട്ടുണ്ട്. പക്ഷേ പുളിയും കുറവാണ്, ഉപ്പും കുറവാണ്. അപ്പോൾ പുളി കുറവായ കാരണത്തിൽ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് കുറച്ച് പുളിയുള്ള തൈരും, എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക്. പച്ചടിക്ക് കടുക് വേണമല്ലോ. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കും. കടുക് അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇത് നല്ല പുളിച്ച തൈര്, അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇതാ നമ്മളുടെ തൈര് ഇങ്ങനെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകണം. ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയും കൂടെ എടുക്കണം. കടുകൊക്കെ കണ്ടോ, ജസ്റ്റ് പൾസ് ചെയ്ത് കറകത്താൽ അതങ്ങനെ അതിനകത്ത് കിടപ്പുണ്ട്. ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലൊരു എന്താ പറയുക, കട്ടയായിട്ടുള്ള ശരിക്കുള്ള പച്ചടി ആയി മാറിയിട്ടുണ്ട് ഇത്. ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇത് നീട്ടിയെടുക്കണമെങ്കിൽ നീട്ടിയെടുക്കാൻ കറി പോലെ ഉപയോഗിക്കാം, അല്ല സൈഡ് കറി പച്ചടിയായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറുതായിട്ട് ഞാനൊന്ന് ചൂടാക്കുന്നുണ്ട്. കണ്ടോ, ഗ്യാസൊക്കെ ഓണാക്കി ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊരു ആവി പറക്കുന്നവരെ ഒന്ന് ഇളക്കി എടുക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്നത്തെ കടുക് വറുത്തിട്ടുണ്ട്. അതിന് കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, എന്നിട്ട് കടുക്, അതിനും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇടുക. എണ്ണ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുക്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുകിടണം. അതിനകത്ത് ചിലർ പറയും എണ്ണ ഇച്ചിരി വേഗണമെന്ന്, പക്ഷേ ഇപ്പം നമ്മുടെ കടുക് പൊട്ടാറായിട്ടുണ്ട്. എണ്ണ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പം അതിനകത്തിടാനുള്ളത് ചുമന്ന മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതൊന്നും കൂടെ അതിനകത്തിടണം. ആദ്യം ചുമന്ന മുളക് അല്ല ചെറിയ ഉള്ളി ഇടാം. അതൊന്നും പൊട്ടിച്ചിരുന്നോട്ടെ. കഴിഞ്ഞിട്ടിടാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുളക്
ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനത് നമുക്ക് ഈ ചുമന്നമുളക് ഇടാം. 2 ചുമന്നമുളക് എടുത്തിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഈ കിട്ടുന്നത്. ഇനി കറിവേപ്പില. ഇതിനെ എടുത്ത് നമ്മളുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാങ്ങ പച്ചടിക്കകത്തോട്ട് ഒഴിക്കും. അപ്പോൾ എന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. പച്ചടി പാത്രം എടുത്ത് മുകളിൽ വെച്ചു. എന്നിട്ട് അതിനകത്തോട്ട് പറയാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പച്ചടി റെഡി. As I always say, cooking is an art. Cook it with love, eat it with love, serve it with love. Those who are watching our channel for the first time, like, share, comment and subscribe. നിങ്ങൾ ഇത് എവിടുന്നാണ് കാണുന്നതെന്നൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഇല്ലയോ, അതോ ആദ്യമായിട്ടാണോ കാണുന്നത്, അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. So thank you for watching my YouTube channel and wishing you all a very happy and prosperous wish you. Thank you and Jai Hind.